ഹലോ എവ്രിവൺ, എല്ലാവർക്കും നീൽസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള PSC നടത്തുന്ന കേരള വാട്ടർ അതോറിറ്റി എന്ന ബോർഡിലെ ലാബ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ് നമ്മൾ ഇന്നിവിടെ എടുക്കുന്നത്. സോ അതിനകത്ത് MLT പോർഷൻസ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ക്ലാസ് ആണിത്. മൊഡ്യൂൾ 1-ലെ ബേസിക് ലബോറട്ടറി ടെക്നിക്സ് എന്നൊരു സെക്ഷൻ ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനകത്ത് ക്ലീനിങ് ഓഫ് ഗ്ലാസ്വെയർ എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ കുറച്ച് പോയിന്റ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലീനിങ് ഓഫ് ഗ്ലാസ്വെയർ. ഗുഡ് ലബോറട്ടറി ടെക്നിക് ഡിമാൻഡ്സ് ക്ലീൻ ഗ്ലാസ്വെയർ. നമുക്കറിയാം, ഒരു ലാബിനകത്ത്, ഒരു ലബോറട്ടറിക്കകത്ത് നമ്മൾ കയറുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് ഗ്ലാസ്വെയർസ് ഉണ്ട് അല്ലേ? സോ അതിനകത്ത് ഈ പറയുന്ന ഗ്ലാസ്വെയർ എല്ലാം തന്നെ ക്ലീൻ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു ആക്യുറേറ്റ് റിസൾട്ട് കിട്ടുള്ളൂ അല്ലെ? ഏതൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴും അതിനൊരു കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ലീൻ ഗ്ലാസ്വെയർ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ടെക്സ് മേ ലീഡ് ടു ഇറോണിയസ് റിസൾട്ട് ഇഫ് ഡേർട്ടി ഗ്ലാസ്വെയർ ഇസ് യൂസ്ഡ്. ഓക്കെ, ഡേർട്ടി ഗ്ലാസ്വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്യുറേറ്റ് അല്ലാത്ത തെറ്റുത്തര റിസൾട്ട്, തെറ്റുത്തരവായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, അവിടെ ഒബ്റ്റെയിൻ ചെയ്യുക കേട്ടോ. The used glassware should be washed with water immediately after use. Soak in mild detergent solution. Wash in running tap water and rinse with distilled water and dry. ഓക്കെ, അതായത് നമ്മളൊരു ഗ്ലാസ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ വാട്ടർ ഒഴിച്ച് വാഷ് ചെയ്യുക അല്ലേ? അതിനുശേഷം നമ്മൾ ഒരു മൈൽഡ് ഡിറ്റർജന്റ് സൊല്യൂഷൻ വെച്ച് സോക്ക് ചെയ്യുക. ദെൻ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യുക. അവസാനം ഡിസ്റ്റൽഡ് വാട്ടർ വെച്ച് റിൻസ് ചെയ്തതിനു ശേഷം ഡ്രൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇഫ് ലാബ്വെയർ ഇസ് നോട്ട് ക്ലീൻഡ് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് മേ ബിക്കം ഇമ്പോസിബിൾ ടു റിമൂവ് ദ റെസിഡ്യൂസ്. ഉപയോഗത്തിന് ശേഷം, അതായത് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റിന് ശേഷം തൊട്ട് ശേഷം തന്നെ ഈ പറയുന്ന ക്ലീനിങ് പ്രോസസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഉപയോഗിച്ച കെമിക്കൽസിന്റെ റെസിഡ്യൂസ് അതിൽ തന്നെ എന്ത് ചെയ്യും? സ്റ്റേ ബാക്ക് ചെയ്യും. പിന്നീട് അത് ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സച്ച് ഗ്ലാസ്വെയർസ് ഷുഡ് ബി സോക്ഡ് ഇൻ വാട്ടർ ഓർ സ്പെഷ്യൽ ക്ലീനിങ് സൊല്യൂഷൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെയുള്ള കെമിക്കൽസ് സ്റ്റേ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് എന്ത് ചെയ്യണം? നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും ഫോർ ക്ലീനിങ് പർപ്പസ് കേട്ടോ. Special cleaning solutions such as chromic acid solutions are suggested in case of more dirty glasswares. ഒരുപാട് ഡേർട്ടി ആയിട്ട് നമുക്കറിയാം, നമ്മൾ ലാബിലെല്ലാം ചെയ്യുന്നത് തന്നെയാണല്ലോ. അപ്പൊ അതിനകത്ത് ഒരുപാട് ഡേർട്ടി ആയിട്ടുള്ള ഗ്ലാസ്വെയർസ് ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ സൊല്യൂഷൻസ് വേണ്ടി വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ ആണ് ക്രോമിക് ആസിഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇനി നമുക്ക് മെയിൻ സെക്ഷനിലേക്ക് കിടക്കാം. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ്, അതായത് ഗ്ലാസ്വെയറിന്റെ ക്ലീനിങ് ഉണ്ടല്ലോ, ആ ഒരു പ്രോസസ്സിന്റെ ജസ്റ്റ് ഒരു സ്റ്റെപ്സ് ആണ് കാണിക്കുന്നത്. ഇപ്പൊ ഗ്ലാസ്വെയർ ദെൻ എംപ്റ്റി ഇമ്മീഡിയറ്റ്ലി അല്ലേ? നമ്മൾ ആദ്യം കഴുകുന്നത് മുമ്പ് എന്ത് ചെയ്യണം? ഗ്ലാസ്വെയറിലുള്ള കെമിക്കൽസിനെ നമ്മൾ കളയണം. സോ എംപ്റ്റി ആക്കുക. അത് കഴിഞ്ഞ് വാട്ടർ ഒഴിച്ച് റിൻസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഡിറ്റർജന്റ് സൊല്യൂഷൻ ആയിട്ട് സോക്ക് ചെയ്യുക. അതിനുശേഷം വാഷ് തറോലി. അതിനുശേഷം മെക്കാനിക്കൽ ഡിഷ് വാഷർ അല്ലെങ്കിൽ വാഷ് തറോലി ബൈ ഹാൻഡ് വിത്ത് വാട്ടർ. ദെൻ വാഷ് ഇൻ ടാപ്പ് വാട്ടർ. അത് കഴിഞ്ഞ് വാഷ് ഇൻ ഡി അയണൈസ്ഡ് വാട്ടർ കേട്ടോ. നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയില്ലേ, അതുപോലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡ്രൈ ഗ്ലാസ്വെയർ. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പറഞ്ഞു തീർന്നു അല്ലെ? നമ്മൾ കഴുകി കഴിഞ്ഞു, ഡ്രൈ ചെയ്തു കഴിഞ്ഞു. പക്ഷെ അത് മാത്രമല്ല, ക്ലീനിങ് പ്രോസസ്സിൽ ഒരുപാട് വേറെ കുറെ സ്റ്റെപ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ ഏതൊക്കെയാ നോക്കാം. ക്ലീനിങ് പ്രോസസ്. In most of the big labs, glassware is washed in 3 steps. Okay, വലിയ വലിയ ലാബുകളിൽ ഗ്ലാസ്വെയർ വാഷ് ചെയ്യുന്നത് 3 സ്റ്റെപ്പ് വഴിയാണ്. ഒന്നാമതാണ് ഓട്ടോമാറ്റിക് വാഷർ. ഓക്കെ, വലിയ വലിയ ലാബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, എല്ലാ ഗ്ലാസ്വെയറിനും എടുത്ത് കഴുകുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാഷർ ഉണ്ട്. ഓക്കെ, ഫോളോഡ് ബൈ എ സ്പെഷ്യൽ റിൻസിങ് സൈക്കിൾ.
ഒരു കറക്റ്റ് റിൻസിങ് സൈക്കിൾ വരെ ഉണ്ട്. ഓക്കെ, ദെൻ കീപ് ഇറ്റ് ഇൻ ദ ഓട്ടോമാറ്റിക് ഡ്രയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഡ്രൈ ചെയ്യണം. സോ ഓട്ടോമാറ്റിക് ഡ്രയറിൽ നമ്മൾ കീപ്പ് ചെയ്യും. സോ അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ബിലോ 100°C ആയിരിക്കും. ഓർ rinse the glassware with water miscible organic solvent and then exposing to a stream of air or nitrogen. അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മിസിബിൾ ഓർഗാനിക് സോൾവെന്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ ഗ്ലാസ് വെയറിനെ റിൻസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നില്ലെങ്കിൽ എയർ അല്ലാച്ച നൈട്രജൻ അതിലേക്ക് ആ ഒരു സ്ട്രീമിലേക്ക് നമ്മൾ ഇതെന്ത് ചെയ്യാം, ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുക. ഓക്കെ, പിന്നെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ക്ലീനിങ് പർപ്പസിന് ഉപയോഗിക്കുന്നത് കെമിക്കൽസ് തന്നെ ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ മെത്തേഡ്സ് ടു ക്ലീൻ ഗ്ലാസ് വെയർ. ഇനി എന്തൊക്കെയാണ് കോമൺ മെത്തേഡുകൾ എന്നാണ് പറയുന്നത്. ഒന്നാമത് ഡീകണ്ടാമിനേറ്റ് എന്ന് പറയുന്നത്. അതായത് ഗ്ലാസ് വെയറിനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 5% ബ്ലീച്ചിൽ അതിനെ പ്രിസർവ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ അതിനെ ബോയിൽ ചെയ്യും കേട്ടോ. ഇറ്റ് ക്യാൻ യൂസ് എനി ഡിറ്റർജന്റ് ഓർ ക്ലീനിങ് പൗഡർ. അപ്പൊ സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡീകണ്ടാമിനേറ്റ് ചെയ്യാനായിട്ട് ഏതൊരു ക്ലീനിങ് പൗഡർ ഉപയോഗിക്കാം, അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഏത് ഡിറ്റർജന്റ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓട്ടോക്ലേവ് മേ ബി ഓൾട്ടർനേറ്റ് മെത്തേഡ്. ഓട്ടോക്ലേവ് പറഞ്ഞു കഴിഞ്ഞാല് ഹീറ്റിംഗ് പേർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അപ്പൊ തനിയെ അവിടെ ഹീറ്റ് ആവും. അപ്പൊ ആ ഒരു മെത്തേഡ് കൂടെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇഫ് ദ ഗ്ലാസ് വെയർ ഇസ് സോക്ക്ഡ് ഇൻ വാട്ടർ ആഫ്റ്റർ യൂസ്, ദാറ്റ് ഈസ് ഐഡിയൽ. അതായത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് വാട്ടർ വെച്ച് സോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് ലെഫ്റ്റ് ഓവർ ദെൻ കീപ് ഇൻ ദ ഡിറ്റർജന്റ് സൊല്യൂഷൻ ഓവർനൈറ്റ്. അതായത് ആ റെസിഡ്യൂസ് പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിറ്റർജന്റ് സൊല്യൂഷൻസ് അതിനകത്ത് വെച്ചിട്ട് ഓവർനൈറ്റ് നൈറ്റ് മൊത്തം വയ്ക്കുക എന്നാണ് പറയുന്നത്. Now rinse with tap water followed by a rinse with deionized water. ഓക്കെ, അതിനുശേഷം ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ടാപ്പ് വാട്ടറിൽ എന്ത് ചെയ്യുക, റിൻസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഡിയോനൈസ്ഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് റിൻസ് ചെയ്യുക കേട്ടോ. ഇനി ഇവിടെ ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റൻസ് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെയാ വെച്ചാൽ, ഒന്നാമത് ക്ലോറിൻ റിലീസിങ് കെമിക്കൽസ് ആണ്. ഓക്കെ, ക്ലോറിൻ റിലീസിങ് കെമിക്കൽസ് ആണ്. ഇവിടെ ക്ലോറിൻ ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്, അറിയാലോ. So chlorine is active against gram-positive and negative bacteria, including HIV, HB viruses. HB പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി, HIV പിന്നെ അറിയാലോ എയ്ഡ്സിന്റെ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. സോ ഈ HIV അതുപോലെ HB വൈറസസിന്റെ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്നത്, ബ്ലീച്ച്. ഓക്കെ, ബ്ലീച്ചിങ് പൗഡർ നമുക്കറിയാം. ബ്ലീച്ചിങ് പൗഡറിന്റെ എന്താണ് അതിന് പറയുക, ഹൈപ്പോക്ലോറൈറ്റ് ആണത് ആക്ച്വലി കേട്ടോ. അതാണ് ഈ ബ്ലീച്ച് സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് കേട്ടോ. സോ അത് ഡൊമസ്റ്റിക് ആയിട്ട് ലോണ്ടറി ആയിട്ടും എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ ആൽഡിഹൈഡ്സ് ആൻഡ് ഫോർമാൽഡിഹൈഡ്സ് ആർ ഫോർമാൽഡിഹൈഡ് ആൻഡ് ഗ്ലൂട്ടറാൽഡിഹൈഡ്. ഇവിടെ ഉപയോഗിക്കുന്ന ആൽഡിഹൈഡ് എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരാണ്. ഓക്കെ, പിന്നെ ആൽക്കഹോൾസ് യൂസ്ഡ് ഏതൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ എത്തനോള് അല്ലാച്ച പ്രൊപ്പനോള് കേട്ടോ. 70 to 80% വോളിയം ബൈ വോളിയം. അതുപോലെ ഫീനോൾസ് ലൈക്ക് ഹൈക്കോളിൻ, ക്ലിയാസോൾ, സ്റ്റെറിക്കോൾ ആൻഡ് പ്രിൻറ്റോൾ, ഇതൊക്കെയാണ് ഫീനോൾസ് ഉപയോഗിക്കുന്നത്. സോ ഇതെല്ലാമാണ് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് കേട്ടോ, കെമിക്കൽസ്. ഈ ഹൈപ്പോക്ലോറൈറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ന്യൂ ഗ്ലാസ് വെയർ, ഇനിയിപ്പോ ഗ്ലാസ് വെയർ എന്ന് പറയുന്നത് പുതിയതാണെന്ന് വിചാരിക്കൂ. ഓക്കെ, പുതിയതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് വെയർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഡിറ്റർജന്റ് സൊല്യൂഷൻ നമ്മൾ ആ ഗ്ലാസ് വെയറിൽ പോർ ചെയ്ത് കുറച്ച് ബോയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വിച്ച് വിൽ കോസ് ദ ലൈസിസ് ഓഫ് ദ ഓർഗാനിസം. അതായത് ഇൻ കേസ് അതിനകത്ത് എന്തെങ്കിലും ഒരു ഓർഗാനിസം ഉണ്ടെങ്കിൽ അതിന് ഡീകമ്പോസിഷൻ നടക്കും. അതാണ് ഈ ലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നെക്സ്റ്റ്, കൂൾ ആൻഡ് വാഷ് തറോലി ഇൻ ടാപ്പ് വാട്ടർ. ടാപ്പ് വാട്ടറിനകത്ത് കൂൾ ചെയ്യുക, ഇത് കൂൾ ചെയ്യുക, ബോയിൽ ചെയ്തുല്ലോ, അതിനുശേഷം കൂൾ ചെയ്യുക, അത് കഴിഞ്ഞ് ടാപ്പ് വാട്ടർ വെച്ച് വാഷ് ചെയ്യുക. ഓക്കെ, ഫോളോഡ് ബൈ ഡ്രെയിൻ വാട്ടർ, അതായത് ഡ്രൈ ചെയ്യുക. അത് ഡ്രൈ ചെയ്യാൻ നമ്മൾ ഹോട്ട് എയർ ഓവൻ എല്ലാം ഉപയോഗിക്കാം. അതിനുശേഷം സ്റ്റെറിലൈസ് ചെയ്യുകയാണ്. ഓക്കെ, സ്റ്റെറിലൈസ് ചെയ്യുകയാണ് ബൈ ഓട്ടോക്ലേവ്.
at 15 lbs for 20 minutes. ഓക്കെ, ഓട്ടോക്ലേവിൽ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയുണ്ട്, എന്താ കറക്റ്റ് ഇത്ര ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. സോ അതിനനുസരിച്ച് ചെയ്യാം. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് ഹാൻഡ് വാഷിംഗ് ആണ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുമ്പോൾ ഡിറ്റർജൻസ് മസ്റ്റ് ബി നോൺ അയണിക്, മെറ്റൽ ഫ്രീ ആൻഡ് നോട്ട് ഹൈലി ആൽക്കലൈൻ. ഓൾസോ എൻഷുർ അഡിക്വേറ്റ് റിൻസിങ്. ഹാൻഡ് വാഷിംഗ് ആണെങ്കിൽ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. ന്യൂ ഗ്ലാസ് വെയറിന്റെ കേസിൽ നോക്കൂ, ന്യൂ ഗ്ലാസ് വെയർ ഷുഡ് ഓൾസോ ബി സോക്ഡ് ഇൻ സെവറൽ അവേഴ്സ് ഇൻ ആസിഡ് വാട്ടർ. ഓക്കെ, അതായത് 1% സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് അല്ലെങ്കിൽ ഒരു നൈട്രിക് ആസിഡ്. ഓക്കെ, ഇതാണ് ആസിഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇവര് നമുക്ക് എന്താണ് സെവറൽ അവേഴ്സ് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, സോക്ക് ചെയ്യാം. ന്യൂ ഗ്ലാസ് വെയറിന്റെ കേസിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ കേട്ടോ. മോസ്റ്റ് ന്യൂ ഗ്ലാസ് വെയർസ് ആർ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ഇൻ റിയാക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ആസിഡ് വാട്ടർ വെച്ച് എന്ത് ചെയ്യുന്നത്, സോക്ക് ചെയ്യുന്നത്, സോ ദാറ്റ് അത് ന്യൂട്രൽ ആയിട്ട് മാറാൻ കേട്ടോ. സോ നമ്മൾ ഇനി ഇതിന്റെ ക്ലീനിങ് പർപ്പസ് ആണ് നോക്കുന്നത്. സോ അതിനു മുന്നേ നമുക്ക് ഏതൊക്കെയാണ് ഗ്ലാസ് വെയർസ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്, ഹെമറ്റോളജിയുടെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലഡ് സ്മിയർ സ്ലൈഡ് ഉപയോഗിക്കും, ബ്ലഡ് ടെസ്റ്റ് ട്യൂബ് ഉപയോഗിക്കും, അതുപോലെ തന്നെ ബ്ലഡ് പ്ലാസ്മ ട്യൂബുകൾ ഉപയോഗിക്കും കേട്ടോ. ബയോകെമിസ്ട്രിയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ട്യൂബ്, പിപ്പറ്റ്, ഫ്ലാസ്ക് പോലെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുക. മൈക്രോബയോളജിയിലാണെങ്കിൽ കൾച്ചർ മീഡിയ, പെട്രി ഡിഷസ് എല്ലാം. സെറോളജിയിൽ ആന്റിസെറ, അതുപോലെ ടെസ്റ്റ് ട്യൂബ്സ്. ഇതെല്ലാം നമ്മൾ ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് വെയർസ്. സോ ഇതിന്റെ ഓരോന്നിനും ക്ലീനിങ് പ്രോസസ് ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത് ഫസ്റ്റിലെ ആളാണ് സ്ലൈഡ്സ് ആൻഡ് കവർ ഗ്ലാസസ് എന്ന് പറയുന്നത്. അതിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. കവർ ഗ്ലാസ് കണ്ടു ആദ്യത്തെ. രണ്ടാമതാണ് സ്ലൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എന്തിനാ ഉപയോഗിക്കുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ബ്ലഡ് ഫിലിംസ് ഓർ ബാക്ടീരിയോളജിക്കൽ സ്മിയേഴ്സ് ബി പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ഫ്രീ ഫ്രം സ്ക്രാച്ചസ്. ഓക്കെ, അപ്പൊ ഇവരെ നമ്മൾ എടുക്കാനായിട്ട് ഇവരുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്ലഡ് ഫിലിംസ് അല്ലെങ്കിൽ ബാക്ടീരിയോളജിക്കൽ സ്മിയേഴ്സിന് വേണ്ടിയിട്ടാണ് എടുക്കാനാണ് ഉപയോഗിക്കുന്നത്. സോ അത് സ്ക്രാച്ച് പോലും ആവാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ സ്ലൈഡ്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വാഷ് ചെയ്യണം. ഓക്കെ, വാഷ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡിൽ 10 മിനിറ്റ് നേരത്തേക്ക് വെക്കുക. അതിനുശേഷം ഡിസ്റ്റിൽഡ് വാട്ടറിൽ റിൻസ് ചെയ്യുക. ദെൻ അതിനെ ഡ്രൈ ചെയ്യുക. ഡ്രൈ ചെയ്യാനായിട്ട് ക്ലോത്തോ അല്ലെങ്കിൽ ക്ലീൻ പേപ്പർ ടവൽസോ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒരു വട്ടം ഈ പറയുന്ന സ്ലൈഡ്സ് ഈ രീതിയിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ആൽക്കഹോളിൽ പ്ലേസ് ചെയ്ത് വെക്കണം. ഒരു വൈറ്റ് ജാറിൽ ആൽക്കഹോൾ എടുത്തിട്ട് അതിൽ പ്ലേസ് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ ആവശ്യാനുസരണം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഓരോന്ന് എടുക്കുക. ജാറിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്ത് കളയുക. The slides are dry stored. Wash them with alcohol before use. ഇനിയിപ്പോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ സ്ലൈഡ്സ് എന്ന് പറയുന്നത് ഡ്രൈ ആണെങ്കിൽ കൂടെ നമ്മൾ അതിന് എന്ത് ചെയ്യണം, ആൽക്കഹോളിൽ വെച്ച് വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇതാണ് സ്ലൈഡ്സ് ആൻഡ് കവർ ഗ്ലാസിന്റെ വാഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വോളിയമെട്രിക് ഫ്ലാസ്ക് ആണ്. അത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. വോളിയമെട്രിക് ഫ്ലാസ്കിന്റെ കേസിൽ അതിന്റെ നെക്കുണ്ട്, അറിയാലോ. അതിന്റെ നെക്ക്, അതിനകത്ത് എന്തുണ്ട്, ഒരു മാർക്കുണ്ട്, അറിയാലോ, ഗ്രാജുവേഷൻ മാർക്ക് ഉണ്ടാവും. സോ അത് ആ മാർക്ക് എന്ന് പറയുന്നത് ക്ലീൻ ആയിരിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബിക്കോസ് നമ്മളതിന് ഫ്ലാസ്കിൽ സൊല്യൂഷൻസ് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വാട്ടർ ഉണ്ടാവും അല്ലെ. നമ്മൾ ലാസ്റ്റ് മാർക്കിലേക്ക് ഈ പറയുന്ന സൊല്യൂഷൻ നമ്മൾ ആക്കുന്ന സമയത്ത് അവിടെ വാട്ടർ ഡ്രോപ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ എക്സ്ട്രാ വാട്ടർ ഡ്രോപ്സോ അല്ലെങ്കിൽ ഡേർട്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വോളിയം മെഷർമെന്റ് തെറ്റാനുള്ള ചാൻസുകളുണ്ട്. സോ അത് ക്ലീൻ ആയിരിക്കണം നെക്ക് എന്ന് പറയുന്നത്. വോളിയമെട്രിക് ഫ്ലാസ്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ബ്യൂററ്റ് ആണ്. ബ്യൂററ്റ് നിങ്ങൾക്ക് അറിയാം എങ്ങനെയായിരിക്കുക എന്നുള്ളത് അറിയാം. ഓക്കെ, സോ അതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, റിമൂവ് ദ സ്റ്റോപ്പ് കോക്ക് ഓർ റബ്ബർ ടിപ്പ്. സ്റ്റോപ്പ് കോക്ക് എന്താണെന്ന് അറിയാലോ, നമ്മൾ ടൈറ്റ് ചെയ്യുന്നതും ലൂസ് ചെയ്യുന്നതും, അതാണ് ഈ സ്റ്റോപ്പ് കോക്ക് എന്ന് പറയുന്നത് കേട്ടോ. അത് ആദ്യം റിമൂവ് ചെയ്യുക. അതിനുശേഷം ബ്യൂററ്റ്, ഡിറ്റർജന്റ്, അതുപോലെ വാട്ടർ വെച്ച് വാഷ് ചെയ്യുക. ഓക്കെ, ഈ ഡേർട്ട് റിമൂവ് ആവുന്നത് വരെ ഈ പറയുന്ന ടാപ്പ് വാട്ടറിനകത്ത് റിൻസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഡിസ്റ്റിൽഡ് വാട്ടറിൽ റിൻസ് ചെയ്ത് ഡ്രൈ ചെയ്യുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ റിമൂവ് ചെയ്ത സ്റ്റോപ്പ് കോക്ക് ഉണ്ടല്ലോ, അല്ലാച്ച റബ്ബർ ടിപ്പ്, അതിന് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക. ഓക്കെ,
ഇനി ബ്യൂററ്റിനകത്ത് ഈ പറയണ സ്റ്റോപ്പ് കോക്ക് വെക്കുന്നതിന് മുന്നേ ആ ജോയിന്റിനകത്ത് ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യുക. അതായത് ടൈറ്റ് ആയി ജസ്റ്റ് സ്റ്റക്ക് ആവാനോ അല്ല പൊട്ടാനുള്ള ചാൻസുകൾ അവിടെ കൂടുതലാണ്. ബ്യൂററ്റിന്റെ കേസ് അറിയാലോ, അത് ചിലപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള സൊല്യൂഷൻസ് ഒരുപാട് അങ്ങ് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. സോ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ലൂബ്രിക്കേറ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ എമൗണ്ടിൽ മാത്രം ലൂബ്രിക്കേറ്റ് അവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ആൻഡ് അതുപോലെ ബ്യൂററ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? കവേർഡ് ആയിരിക്കണം. ദെൻ നോട്ട് ഇൻ യൂസിൽ അല്ലാതെ ഇരിക്കുമ്പോൾ. ഓക്കെ അല്ലേ? സോ ഇത്രയേ ഉള്ളൂ ബ്യൂററ്റിന്റെ കേസ്. നെക്സ്റ്റ് ആണ് കൾച്ചർ ട്യൂബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൾച്ചർ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിക്ചർ നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. കൾച്ചർ ട്യൂബ്സ് which have been used previously must be sterilized before cleaning. ക്ലീനിങ്ങിന് മുന്നേ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്യണം. ശ്രദ്ധിക്കുക, സ്റ്റെറിലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കൾച്ചർ ട്യൂബ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ സ്റ്റെറിലൈസിങ്, ഈ പറയുന്ന കൾച്ചർ ട്യൂബ്സ് സ്റ്റെറിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോക്ലേവിംഗ് ആണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. 30 മിനിറ്റ് നേരത്തിലേക്ക് 121 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യേണ്ടത്. ഓക്കെ. Media which solidifies on cooling should be poured out while the tubes are hot. ഓക്കെ, അതായത് ഹോട്ട് ആവുന്ന സമയത്ത് അവിടെ അതിനകത്തുള്ള മീഡിയ സോളിഡിഫൈ ചെയ്യും. ദെൻ കൂൾ ചെയ്യുന്ന സമയത്ത് അതിന് നമ്മൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യാണ് ചെയ്യുക. ആഫ്റ്റർ ദ ട്യൂബ്സ് ആർ എംപ്റ്റീഡ്, brush with detergent and water, rinse thoroughly with tap water, rinse with distilled water placed in a basket and dry. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ആദ്യം ഡിറ്റർജന്റ് ബ്രഷ് വെച്ച് ചെയ്യുക, ദെൻ വാട്ടർ, അത് കഴിഞ്ഞ് ടാപ്പ് വാട്ടർ, അത് കഴിഞ്ഞ് ഡിസ്റ്റിൽഡ് വാട്ടർ, ദെൻ ഡ്രൈ. If tubes are to be filled with a media which is sterilized by autoclaving, do not plug until the media is added. Both media and tubes are thus sterilized with one autoclave. അതായത് അതിനകത്ത് നമ്മൾ ഈ പറയുന്ന മീഡിയ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നമുക്ക് ഓട്ടോക്ലേവ് ചെയ്യാവുന്നതാണ്, അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാവുന്നതാണെന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് പിപ്പറ്റ്. പിപ്പറ്റിന്റെ കേസ് നോക്കുക. പിപ്പറ്റ് നമുക്കറിയാലോ, മിക്കവാറും പിപ്പറ്റുകൾ നമ്മളിപ്പോ ഉപയോഗിക്കുന്നില്ല അല്ലെ, ഗ്രാജുവേറ്റഡ് എല്ലാമാണ് ഉപയോഗിക്കുന്നത്. അതായത് മൗത്ത് പിപ്പറ്റിങ് നമ്മൾ കൂടുതലും ഒഴിവാക്കുന്ന കേസ് ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പ്ലേസ് പിപ്പറ്റ് ടിപ്സ് ഡൗൺ ഇൻ ദ സിലിണ്ടർ ഓർ ടോൾ ജാർ ഓഫ് വാട്ടർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു ടോൾ, നല്ല ലെങ്ത് ഉള്ള ഒരു ജാറില് നമ്മൾ എന്ത് ചെയ്യണം? ഈ പിപ്പറ്റ് വെക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. ഡു നോട്ട് ഡ്രോപ്പ് ദം ഇൻ ടു ദ ജാർ. ഒരിക്കലും അങ്ങനെ ഇടരുത്, നമ്മൾ പെന്നെല്ലാം ഇടുന്ന പോലെ ഇടരുത് അല്ലെ. ബിക്കോസ് എന്താണ്? അതിന്റെ ടിപ്പ് എന്താണ്? ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അവിടെ കൂടുതലായിട്ട് കേട്ടോ. ടിപ്പ് എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ആക്യുറേറ്റ് മെഷർമെന്റ് അവിടെ കിട്ടില്ല. ഓക്കെ. A pad of cotton or glass wool at the bottom of the jar will help to prevent breaking of the tips. So നമ്മൾ എന്ത് ചെയ്യാം? ഈ പറയുന്ന ജാറിന്റെ ബോട്ടം പോർഷനിൽ ഒരു പീസ് കോട്ടണോ അല്ല ചെറിയ ഗ്ലാസ് വൂളോ നമുക്ക് പ്ലേസ് ചെയ്യാം. സോ ദാറ്റ് അതിന്റെ ടിപ്പ് എന്താ? ബ്രേക്ക് ചെയ്യാതിരിക്കാം. Be certain that the water level is high enough to immerse the greater portion of all each pipette. എന്താ പറയുന്നത്? നമ്മളിപ്പോ വാഷ് ചെയ്യുന്ന കേസാണ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ലെങ്ത് ഉള്ള ഒരു ജാറ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് വാട്ടർ ലെവൽ നമ്മൾ ശ്രദ്ധിക്കുക. സോ ദാറ്റ് പിപ്പറ്റ് ടോട്ടൽ ആയിട്ട് ഡിപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാട്ടർ വേണം എടുക്കാനായിട്ട് കേട്ടോ. ദ പിപ്പറ്റ്സ് മേ then be drained and placed in a cylinder or jar of dissolved detergent. സോ നമ്മൾ ആദ്യം വാഷ് ചെയ്തു, അത് കഴിഞ്ഞ് ഡ്രെയിൻ ചെയ്യുക. അതിനുശേഷം എന്താണ്? നമ്മുടെ ഡിസോൾഡ് ഡിറ്റർജന്റ് ഉണ്ടാവും, അതിനകത്ത് ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി ഒരുപാട് ഡേർട്ട് അതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ജാറിൽ നമ്മൾ എടുക്കേണ്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് ക്രോമിക് ആസിഡ് ആയിരിക്കണം. ഓക്കെ, ക്രോമിക് ആസിഡ് സൊല്യൂഷനകത്ത് ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കുക. ആഫ്റ്റർ സോക്കിംഗ് ഫോർ സെവറൽ അവേഴ്സ് ഓർ ഓവർനൈറ്റ് വെക്കാം, അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരത്തേക്ക് സോക്ക് ചെയ്യാം. ഡ്രെയിൻ ദ പിപ്പറ്റ് ആൻഡ് റൺ ടാപ്പ് വാട്ടർ ഓവർ ആൻഡ് ത്രൂ ദം അൺടിൽ ഓൾ ട്രേസസ് ഓഫ് ഡേർട്ട് ആർ റിമൂവ്ഡ്. അപ്പോൾ ഓവർനൈറ്റ് എല്ലാം വെച്ചതിന് ശേഷം ടാപ്പ് വാട്ടറിൽ എന്ത് ചെയ്യാം? സോക്ക് ചെയ്യുക. അതിനുശേഷം ഈ പറയുന്ന ഫുൾ ഡേർട്ടും റിമൂവ് ആയോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ഓക്കെ.
അപ്പൊ ഇനി ബാക്കി പറഞ്ഞേ, അടുത്തതിന് എന്താ ചെയ്യുക? യെസ്, ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് അല്ലെ. ലാസ്റ്റ് വരുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് സോക്ക് ചെയ്യേണ്ടത്. അത് അറ്റ്ലീസ്റ്റ് 1 അവറിലേക്ക് സോക്ക് ചെയ്യാനാണ് അവർ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് എന്താ ചെയ്യുക? യെസ്, ഡ്രൈ ചെയ്യണം. അത് എത്രയാണ്? നോട്ട് മോർ ദാൻ, അതായത് 110°C താഴെയുള്ള ഒരു ടെമ്പറേച്ചറിലായിരിക്കണം ഡ്രൈ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. റിമൂവ് ഫ്രം ദ ഡിസ്റ്റിൽഡ് വാട്ടർ, റിൻസ് ഡ്രൈ ദ ഔട്ട്സൈഡ് വിത്ത് എ ക്ലോത്ത്, ഷേക്ക് ദ വാട്ടർ ഔട്ട് ആൻഡ് ഡ്രൈ. അതായത് ഡിസ്റ്റിൽഡ് വാട്ടറിന് എടുത്തു കഴിഞ്ഞാൽ ഡ്രൈ ചെയ്യുക, ഒരു ക്ലോത്ത് വെച്ച് നന്നായി തുടയ്ക്കുക, അതിനുശേഷം ഡ്രൈ ചെയ്യുക. ഡ്രൈ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ എത്രയാണ്? 110°C കൂടാനായിട്ട് പാടില്ല കേട്ടോ. നെക്സ്റ്റ് ആണ് ഓട്ടോമാറ്റിക് പിപ്പറ്റ് വാഷേഴ്സ്. അതിന്റെ പിക്ചർ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിപ്പറ്റ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കിയാൽ അറിയാം. കണ്ടോ? പിപ്പറ്റ് അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഹയർ, അതായത് ലാർജ് ലാബിന്റെ കേസ് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പിപ്പറ്റുകൾ ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ ഓരോന്നും വാഷ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് നമുക്കുള്ള ഒരു അതാണ് എന്ത് ഓട്ടോമാറ്റിക് പിപ്പറ്റ് വാഷേഴ്സ് എന്ന് പറയുന്നത്. നോക്കൂ, പിന്നെ ലാർജ് നമ്പർ ഓഫ് പിപ്പറ്റ്സ് ആർ യൂസ്ഡ് ഡെയിലി. കാരണം ഡെയിലി ലാർജ് നമ്പർ ഓഫ് പിപ്പറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺവീനിയന്റ് ടു യൂസ് ആൻ ഓട്ടോമാറ്റിക് പിപ്പറ്റ് വാഷർ. ഒരു ഓട്ടോമാറ്റിക് പിപ്പറ്റ് വാഷർ ആയിരിക്കും കൺവീനിയന്റ്. ഓക്കെ, അതിൽ ചിലതെന്ന് പറയുന്നത് മെറ്റൽ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതുണ്ട്. അതുപോലെ ക്യാൻ ബി കണക്ട് ഡയറക്ട്ലി ബൈ പെർമനന്റ് ഫിക്സ്ചേഴ്സ് ടു ദ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ സപ്ലൈസ്. അതായത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ സപ്ലൈയിലേക്ക് എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ളതും അവൈലബിൾ ആണ്. അതേഴ്സ് സച്ച് ആസ് ദോസ് മെയ്ഡ് വിത്ത് പോളിഎത്തിലീൻ. പോളിത്തീൻ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അത് ഒരു റബ്ബർ ഹോസിൽ കൂടെ ആയിരിക്കും ഈ പറയുന്ന വാട്ടർ സപ്ലൈ അവിടെ ഉണ്ടാവുക. ഓക്കെ, polythene basket and jars may be used for soaking and rinsing pipette in chromic acid clean solution. ഇപ്പൊ ക്രോമിക് ആസിഡ് ക്ലീൻ സൊല്യൂഷനിൽ ഈ പറയുന്ന നമ്മുടെ പിപ്പറ്റുകൾ വാഷ് ചെയ്യാനായിട്ട് പോളിത്തീൻ ബാസ്ക്കറ്റുകളും അതുപോലെ ജാറുകളെല്ലാം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ഹീറ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റാലിക് പിപ്പറ്റ് ഡ്രയേഴ്സും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഓക്കെ, ആഫ്റ്റർ ഡ്രൈയിങ് പ്ലേസ് പിപ്പറ്റ് ഇൻ എ ഡസ്റ്റ് ഫ്രീ ഡ്രോയർ. അപ്പൊ നമ്മൾ ഡ്രൈ ചെയ്തതിനു ശേഷം ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? പിപ്പറ്റിനെ പ്ലേസ് ചെയ്യുക. റാപ്പ് സെറോളജിക് ആൻഡ് ബാക്ടീരിയോളജിക് പിപ്പറ്റ്സ് ഇൻ പേപ്പർ ഓർ പ്ലേസ് ഇൻ പിപ്പറ്റ് ക്യാൻസ് ആൻഡ് സ്റ്റെറിലൈസ് ഇൻ ദ ഡ്രൈ എയർ സ്റ്റെറിലൈസർ. അതായത് നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് അതിന്റെ പിപ്പറ്റ് പേപ്പർ ഉണ്ടാവും, കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ പിപ്പറ്റ് ക്യാനിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡ്രൈ എയർ സ്റ്റെറിലൈസിൽ സ്റ്റെറിലൈസ് ചെയ്യുക കേട്ടോ. പിപ്പറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഫെക്റ്റിയസ് മെറ്റീരിയൽസ് അല്ലെ, യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് ഇൻഫെക്റ്റിയസ് മെറ്റീരിയൽസ് have a cotton plug placed in the top end of the pipette before sterilizing. So സ്റ്റെറിലൈസിങ്ങിന് മുന്നായിട്ട് ഏറ്റവും ടോപ്പ് എൻഡിൽ ഒരു കോട്ടൺ പ്ലഗ് കൂടെ എന്ത് ചെയ്യണം അവിടെ വെച്ചിട്ടുണ്ടാവണം. കാരണം നമുക്കറിയാം എന്തിനു ഉപയോഗിക്കുന്ന ഇൻഫെക്റ്റിയസ് മെറ്റീരിയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്. The plug will prevent the material being measured from being drawn accidentally into the pipetting device. അതായത് നമുക്കറിയാം നമ്മൾ പിപ്പറ്റ് എടുക്കുന്ന സമയത്തെ ഒരു സൊല്യൂഷൻ നമ്മൾ സാധാരണ എടുക്കുന്ന സമയത്ത് നമ്മൾ മേലെ ക്ലോസ് ചെയ്ത് വെക്കും അല്ലെ, സോ ദാറ്റ് അത് എന്ത് ചെയ്യില്ല, ആ സൊല്യൂഷൻ താഴേക്ക് പിന്നീട് പോവില്ല. ആ സെയിം പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. അതായത് മേലത്തെ ഹോൾ എന്ന് പറയുന്നത് ക്ലോസ് ചെയ്യുക യൂസിങ് എ കോട്ടൺ, സോ ദാറ്റ് എന്ത് ചെയ്യില്ല, നമ്മൾ എടുക്കുന്ന ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് പിപ്പറ്റിംഗ് ഡിവൈസിലേക്ക് സ്പിൽ ചെയ്ത് പോവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. സോ ഇതാണ് ഓട്ടോമാറ്റിക് പിപ്പറ്റ് വാഷേഴ്സ്. നെക്സ്റ്റ് ആണ് ബ്ലഡ് സെൽ കൗണ്ട് ഡൈലൂട്ടിംഗ് പിപ്പറ്റ്. ഓക്കെ, അതിന്റെ പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. RBC WBCയുടെയും രണ്ടും രണ്ടാണ്. ആഫ്റ്റർ യൂസ് റിൻസ് തറോലി വിത്ത് കൂൾ ടാപ്പ് വാട്ടർ. നമ്മൾ ആസ് യൂഷ്വൽ ഇതുവരെ പറഞ്ഞ പോലെ തന്നെയാണ്. കൂൾ ടാപ്പ് വാട്ടർ എടുക്കുക, ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുക, ദെൻ ആൽക്കഹോൾ ഓർ അസറ്റോൺ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ആൻഡ് ദെൻ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ അസറ്റോൺ, ഇത് മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആൻഡ് അതിനുശേഷം ലാസ്റ്റ് ഈതർ വേണം ഉപയോഗിക്കാനായിട്ട്. ഡ്രൈ ബൈ സക്ഷൻ യൂസ് ചെയ്തിട്ട്, അതായത് പ്രഷർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഡ്രൈ ചെയ്യുക കേട്ടോ. ഡു നോട്ട് ബ്ലോ ഇൻ ടു പിപ്പറ്റ്സ് ആസ് ദിസ് വിൽ കോസ് മോയ്സ്ചർ ടു കണ്ടൻസ് ഇൻസൈഡ് ഓഫ് ദ പിപ്പറ്റ്. നമ്മൾ ഒരിക്കലും എയർ ബ്ലോ ചെയ്യണ പോലെ ഊതരുത് എന്ന് കേട്ടോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മോയ്സ്ചർ നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ്. ടു റിമൂവ് പാർട്ടിക്കിൾസ് ഓഫ് കൊയാഗുലേറ്റഡ് ബ്ലഡ് ഓർ ഡേർട്ട്. ഓക്കെ, അതായത് ബ്ലഡിന്റെയോ അല്ലെങ്കിൽ ഡേർട്ടിന്റെയോ പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലീനിങ് സൊല്യൂഷൻ അവിടെ ഉപയോഗിക്കണം. ഓക്കെ,
മേ ബി വൺ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ മതിയാവാം. ചില കേസുകളിൽ സ്ട്രോങ്ങർ സൊല്യൂഷൻ അവിടെ ആവശ്യമായിട്ട് വരാം കേട്ടോ. അത് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ ഈ പറയുന്ന ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് എടുത്തതിന് ശേഷം ഓവർ നൈറ്റ് 1 നൈറ്റ് ഫുള്ളായിട്ട് അതിനകത്ത് ആ പറയുന്ന ക്ലീനിങ് സൊല്യൂഷൻ വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്, അത് നമ്മുടെ ബ്ലീച്ച് ആണ്, ബ്ലീച്ചിങ് പൗഡർ അല്ലെ. ഓർ എ ഡിറ്റർജന്റ് മേ ബി യൂസ്ഡ്, ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡും നമ്മുടെ ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഡിഫിക്കൽട്ട് കേസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. ഡോക്ടർ എന്തൊക്കെയാണ് ഉപയോഗിച്ചെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. സം പാർട്ടിക്കിൾസ് മേ റിക്വയർ ലൂസനിങ് വിത്ത് എ ഹോഴ്സ് ഹെയർ ഓർ പീസ് ഓഫ് ഫൈൻ വെയർ. ടേക്ക് കെയർ നോട്ട് ടു സ്ക്രാച്ച് ദ ഇൻസൈഡ് ഓഫ് ദ പിപ്പറ്റ്. അതായത് ചില കേസുകളിൽ ഒരുപാട് സോളിഡ് ആയിട്ടുള്ള സോളിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഈ പറയുന്ന ഹോഴ്സ് ഹെയർ അല്ലെങ്കിൽ ഒരു ഫൈൻ വയറിന്റെ പീസ് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കും. പക്ഷെ അത് സ്ക്രാച്ച് ഒരിക്കലും വീഴാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ഇഫ് ദർ ആർ ബ്ലഡ് മൈക്രോക്ലോത്ത് ദെൻ keep them in 10% potassium hydroxide for 12 to 24 hours. കേട്ടോ. ബ്ലഡ് മൈക്രോക്ലോട്ട് അതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, 10% പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തതിനു ശേഷം 12 to 24 hours നമ്മൾ അതിനകത്ത് വെക്കുക. ഓക്കെ. നെക്സ്റ്റ് ആണ് ഡിഷസ് ആൻഡ് കൾച്ചർ ബോട്ടിൽ എന്ന് പറയുന്നത്. നമ്മൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഡിഷസ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൾച്ചർ ബോട്ടിൽസ് സ്റ്റെറിലൈസ് ആൻഡ് ക്ലീൻ ആസ് ഡീറ്റെയിൽഡ് അണ്ടർ കൾച്ചർ ട്യൂബ്സ്. നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഹെവി പേപ്പർ അല്ലെങ്കിൽ നമ്മൾ പെറ്റി ഡിഷ് ക്യാൻ ഉണ്ടാവും, അതിനകത്ത് റാപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ. സ്റ്റെറിലൈസ് ഇൻ ദ ഓട്ടോക്ലേവ് ഓർ ഡ്രൈ എയർ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസ് ചെയ്യുക രണ്ട് രീതിയിൽ ചെയ്യുക, ഒന്നില്ലെങ്കിൽ ഡ്രൈ എയർ സ്റ്റെറിലൈസർ അല്ലെങ്കിൽ ഓട്ടോക്ലേവ്, അത് വെച്ച് സ്റ്റെറിലൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ. ഹെമറ്റോളജിക്കൽ യൂസ്ഡ് ഗ്ലാസ്വെയർ നീഡ്സ് സ്പെഷ്യൽ പ്രിക്കോഷൻസ്. ഹെമറ്റോളജിക്കൽ ബ്ലഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യൂസ് ചെയ്ത ഗ്ലാസ് വെയറിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്തൊക്കെയാ നോക്കാം. ഡു നോട്ട് യൂസ് ഡിറ്റർജൻസ് ബിക്കോസ് ഇഫ് ദർ ഇസ് എ മൈന്യൂട്ട് കോൺസെൻട്രേഷൻ ദാറ്റ് മേ ലീഡ് ടു RBCs ഹീമോളിസിസ്. കേട്ടോ. ഡിറ്റർജന്റ് കൂടുതലും ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത്. ചെറിയ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ കൂടെ ഇത് RBCയുടെ ഒരു സെല്ലിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. സോ ജനറൽ ട്യൂബ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിപ്പറ്റ്സ്, സ്ലൈഡ്സ് അതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ വാഷ് തറോലി അണ്ടർ ടാപ്പ് വാട്ടർ. ആദ്യം നമ്മൾ ടാപ്പ് വാട്ടറിലാണ് തറോ ആയിട്ട് വാഷ് ചെയ്യുന്നത്. അതിനുശേഷം ലെഫ്റ്റ് ഓവറിനെ നമുക്കൊരു ബ്രഷ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. കീപ് ദ ഹെമറ്റോളജി യൂസ്ഡ് മെറ്റീരിയൽ ഇൻ എ ഡൈക്രോമേറ്റ് സൊല്യൂഷൻ ഫോർ 12 to 24 hours. ഓക്കെ. ദെൻ വാഷ് തറോലി വിത്ത് ടാപ്പ് വാട്ടർ. ഓക്കെ. ഹെമറ്റോളജി യൂസ്ഡ് മെറ്റീരിയൽ അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൈക്രോമേറ്റ് സൊല്യൂഷൻ ഒരു 12 to 24 hours നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം ടാപ്പ് വാട്ടറിൽ കഴുകി കളയുക. ദെൻ ഡ്രെയിൻ ചെയ്യുക, ഹോട്ട് ഓവനിൽ ഡ്രൈ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് സെറോളജിക്കൽ ട്യൂബ്സ് ആണ്. പിക്ചർ കാണുന്നുണ്ടല്ലോ, അതാണ് സെറോളജിക്കൽ ട്യൂബ്സ്. സെറോളജിക്കൽ ട്യൂബ് ഷുഡ് ബി കെമിക്കലി ക്ലീൻ. അതും ക്ലീൻ ആയിരിക്കണം അല്ലെ. ബട്ട് നീഡ് നോട്ട് ബി സ്റ്റെറൈൽ. സ്റ്റെറിലൈസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല എന്നാ പറയുന്നത്. ഓക്കെ. പക്ഷേ ബ്ലഡിന്റെ സ്പെസിമെൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, are to be kept for some time at room temperature, should be collected in a sterile container. ഓക്കെ. അപ്പൊ നമ്മൾ ബ്ലഡിന്റെ സാമ്പിൾസ് അല്ലെങ്കിൽ സ്പെസിമെൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അതായത് ഒരു സ്റ്റെറൈൽ കണ്ടെയ്നറിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കുറച്ചു നേരം പ്ലേസ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ഇറ്റ് മേ ബി എക്സ്പീഡിയന്റ് ടു സ്റ്റെറിലൈസ് ഓൾ ട്യൂബ്സ്. To clean and sterilize tubes containing blood, discard the clot in a waste container and place the tubes in a large basket. ഒന്നാമത്തെ കാര്യം എന്താ, അതിനകത്തുള്ള ബ്ലഡ് ക്ലോട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം നമ്മൾ ഒരു വേസ്റ്റ് കണ്ടെയ്നറിൽ കളയുക. അതിനുശേഷം ലാർജ് ബാസ്ക്കറ്റിൽ ഈ പറയുന്ന ട്യൂബുകളെല്ലാം പ്ലേസ് ചെയ്ത് വെക്കുക. ഓക്കെ. Put the basket with others in a large bucket or boiler. ഒരു ബോയിലറിനകത്തോ അല്ലെങ്കിൽ ഒരു ലാർജ് ബക്കറ്റിനകത്തോ ഈ പറയുന്ന ബാസ്ക്കറ്റ് വെക്കാം. കവർ വിത്ത് വാട്ടർ, ഫുൾ ആയിട്ട് വാട്ടർ വെച്ച് കവർ ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിനകത്ത് എന്ത് ആഡ് ചെയ്യണം, സോഫ്റ്റ് സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജൻസ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് 30 മിനിറ്റ്സിലേക്ക് എന്ത് ചെയ്യുക, ബോയിൽ ചെയ്യുക. അതിനുശേഷം ട്യൂബ്സ് എല്ലാം റിൻസ് ചെയ്യുക, ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യുക. ദെൻ
ഡ്രൈ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ക്ലീനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ് വെൻ വാഷിംഗ് സെറോളജിക്കൽ ഗ്ലാസ്വെയർസ് ദാറ്റ് ഓൾ ആസിഡ്, ആൽക്കലി ആൻഡ് ഡിറ്റർജൻസ് ബി കംപ്ലീറ്റ്ലി റിമൂവ്ഡ്. അറിയാമല്ലോ, അതായത് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ച എല്ലാ ആസിഡും ആൽക്കലിയും ഡിറ്റർജൻസ് എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ആയിരിക്കണം. ആസിഡ്, ആൽക്കലി ആൻഡ് ഡിറ്റർജൻസ് ഇൻ സ്മോൾ എമൗണ്ട് ഇന്റർഫിയർ ദ സെറോളജിക്കൽ റിയാക്ഷൻസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ റിയാക്ഷൻസ് അതായത് അവർ ആ സ്പെസിമെൻസ് എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ആസിഡോ ആൽക്കലോ ഡിറ്റർജൻസോ സ്മോൾ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ പോലും അവിടെ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഈ സെറോളജിക്കൽ ട്യൂബ്സ് ഗ്ലാസ് എല്ലാം നമ്മൾ ബാക്കി അതർ ഗ്ലാസ് വെയറിൽ നിന്നും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത് വേണം നമ്മൾ എപ്പോഴും വെക്കാനായിട്ട് കേട്ടോ. യൂസ് അതിന്റെ പേർപ്പസിനെ വേറെ ആയതുകൊണ്ട് നമ്മൾ മാറ്റി സ്റ്റോർ ചെയ്യുമ്പോൾ തന്നെ മാറ്റി വെക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ് ഒരുപാട് നേരത്തേക്ക് പറഞ്ഞു. സോ അതെന്താണെന്നുള്ളതാണ് പറയുന്നത്. അതിന് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്, അതൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമത് ഡ്രൈ ഹീറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡ്രൈ ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്റ്റെറിലൈസേഷൻ ഒരു ലിമിറ്റഡ് വാല്യൂ ഉണ്ട്. ഓക്കെ, ഒരുപാട് എക്സ്പോഷർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ആണ് ഹോട്ട് എയർ ഓവൻ. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഹോട്ട് എയർ ഓവൻ കൊണ്ട് സംഭവിക്കുന്നത്. അത് കൺവെക്ഷൻ ആവാം, കണ്ടക്ഷൻ ആവാം, അല്ലെങ്കിൽ റേഡിയേഷൻ ആവാം. ഏത് രീതിയിലും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം 1 അവറുടെ കേസിൽ. ഇപ്പോ ഈ 1 അവർ 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ കൂടെ അവിടെ എന്ത് ചെയ്യും, നോൺ സ്പോറിംഗ് ഓർഗാനിസം എല്ലാം ഡിസ്ട്രോയ് ആയി പോകും. ഓക്കെ, പക്ഷെ ഫംഗൽ സ്പോർസിന്റെ കേസ് ആണെങ്കിൽ അവിടെ 1 അവറിന് 115 ഡിഗ്രി സെൽഷ്യസ് അവിടെ ആവശ്യമുണ്ട്. ഓക്കെ, അതുപോലെ അത് ബാക്ടീരിയാസ് ആണെന്നുണ്ടെങ്കിൽ 1 അവറിൽ 160 ഡിഗ്രി സെൽഷ്യസ് അവിടെ ആവശ്യമുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആണ് ഇൻസെറനേഷൻ. ഓക്കെ, where the flame is an effective way of sterilization. അവിടെ ഫ്ലെയിം എന്ന് പറയുന്നതും ഒരു എന്താണ്, സ്റ്റെറിലൈസേഷന്റെ എഫക്റ്റീവ് വേ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് മോയിസ്റ്റ് ഹീറ്റ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ഏറ്റവും നല്ലൊരു മെത്തേഡാണ് മോയിസ്റ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഏജന്റ് ആണ് ഈ പറയുന്നത്. മൈക്രോബിയൽ ഡെത്ത് ഈസ് ഡ്യൂ ടു കൊയാഗുലേഷൻ ആൻഡ് ഡീനാച്ചുറേഷൻ ഓഫ് ദ പ്രോട്ടീൻ. അപ്പൊ 2 രീതിയിലാണ് മൈക്രോബിയൽ ഡെത്ത് സംഭവിക്കുന്നത്. ഒന്ന് കൊയാഗുലേഷനും ഒന്ന് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. ഫിഫ്ത്ത് വൺ ആണ് ബോയിലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റീവ് ഇൻ കില്ലിംഗ് സ്പോർ ബിയറിംഗ് ബാക്ടീരിയ ആൻഡ് ഫോർ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ബോയിലിംഗ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബോയിലിംഗ് കൊണ്ട് മാത്രം ഈ പറയുന്ന സ്റ്റെറിലൈസേഷൻ നടക്കണമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതായത് ബാക്ടീരിയ, സ്പോർ ബിയറിംഗ് ബാക്ടീരിയ ഒന്നും ഫുൾ ആയിട്ട് അവിടെ ഡിസ്ട്രോയ് ആവില്ല. അതുപോലെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിലൊന്നും അത് ഫുൾ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്. സ്റ്റീം സ്റ്റെറിലൈസേഷന്റെ വേറെ പേരാണ് ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റീമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിൽ 90 മിനിറ്റ്സ് നേരത്തിലേക്കാണ് കൊടുക്കുന്നത്, 1.5 hours കേട്ടോ. അതൊരു കറക്റ്റ് വേ ആണ് ഫോർ സ്റ്റെറിലൈസിങ്. ഷുഗർ കണ്ടെയ്നിങ് ആയിട്ടുള്ള മീഡിയ ഉണ്ടല്ലോ, അവരെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗുഡ് വേ ആണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓട്ടോക്ലേവ്. നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഇറ്റ് ഹീറ്റ് വാട്ടർ അണ്ടർ പ്രഷർ. ഒരു കറക്റ്റ് പ്രഷറിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിനെ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വിച്ച് ബോയിൽസ് അറ്റ് പ്രോഗ്രസീവ്ലി ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ അവിടെ വാട്ടറിനെ ബോയിൽ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സി റബ്ബർ മെറ്റീരിയൽസ് അതുപോലെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പറയുന്ന ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെംബ്രെയിൻ ഫിൽട്ടേഴ്സ് ആണ്. ദീസ് ആർ മില്ലിപോർ ഫിൽട്ടേഴ്സ്. ഫിൽട്ടേഴ്സ് വിത്ത് എ പോർ സൈസ് നോക്കൂ, 0.22 മൈക്രോമീറ്റേഴ്സ് പോർ സൈസ് ഉള്ള ഫിൽട്ടേഴ്സ്. ഓക്കെ, ആർ സഫിഷ്യന്റ് ഫോർ ദ ബാക്ടീരിയ. ഓക്കെ, ആർ സഫിഷ്യന്റ് ഫോർ ദ ബാക്ടീരിയ. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് മെംബ്രെയിൻ ഫിൽട്ടേഴ്സ് മതിയാവുന്നതാണ് പറയുന്നത്. മില്ലിപോറിന്റെ കേസാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു സൈസ് നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കണം, 0.22 മൈക്രോമീറ്റേഴ്സ് മാത്രമാണ്. നെക്സ്റ്റ് സീഡ്സ് ഫിൽട്ടർ ആണ്. അത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ആസ്ബെസ്റ്റോസ് പാഡ് ഫിൽട്ടർ ആണ്. ഇത് 2 ഫിൽട്ടേഴ്സ് ആണ്. അതെല്ലാം പോർ സൈസ് വളരെ ചെറുതാണ്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണത് കേട്ടോ. നെക്സ്റ്റ് ആണ് ഫ്ലെയിമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെൻ ദ മെറ്റീരിയൽ ഇസ് വെറ്റഡ് ബൈ ആൽക്കഹോൾ ആൻഡ് ദെൻ ഫ്ലെയിംഡ്.
ഓക്കെ, ആൽക്കഹോൾ വെറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഈ ഫ്ലെയിമിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, ദിസ് മെത്തേഡ് ഇസ് റാപ്പിഡ്. അത് പെട്ടെന്ന് സംഭവിക്കുന്നത് തന്നെയാണ്. നമുക്കറിയാം ആൽക്കഹോൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലെയിമബിൾ ആണെന്ന് നമുക്കറിയാലോ. നെക്സ്റ്റ് അൾട്രാവയലറ്റ് ലൈറ്റ് ആണ്. ഇറ്റ് കോസ് ഡാമേജ് ടു ബാക്ടീരിയ. ഓക്കെ, അതായത് അൾട്രാവയലറ്റ് ആയിട്ടുള്ള ലൈറ്റ് നമ്മൾ അതിനകത്ത് പതിപ്പിക്കുന്ന സമയത്ത് ബാക്ടീരിയക്ക് ഡാമേജ് സംഭവിക്കുക, ആ ഒരു മെത്തേഡ്. നെക്സ്റ്റ് റേഡിയേഷൻ ആണ്. റേഡിയേഷൻ മീൻസ് ബീറ്റ അല്ലെങ്കിൽ ഗാമ എക്സ്റേസ് എല്ലാം ആണ് ഉപയോഗിക്കുന്നത്. അതല്ല നമ്മൾ സർജിക്കൽ പാഡ്സിന് ഉപയോഗിക്കാറുണ്ട് റേഡിയേഷൻ അപ്ലൈ ചെയ്യുക, അറിയാമല്ലോ. നെക്സ്റ്റ് സൂപ്പർസോണിക് ആൻഡ് അൾട്രാസോണിക് ആണ്. ഇപ്പൊ ഈ വേവ്സ് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. 9000 സൈക്കിൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ എബോ. ഒരു സെക്കൻഡിൽ 9000 സൈക്കിൾസ് അവിടെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിലും കൂടുതൽ കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാവുന്ന സമയത്ത് സെൽ എന്ത് ചെയ്യും, റപ്ചർ അല്ലെങ്കിൽ ഡിസൻറ്റിഗ്രേറ്റ് ആയി. ഇതെല്ലാമാണ് നമ്മുടെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന വേരിയസ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് അക്കോർഡിംഗ് ടു ദ സ്പെസിമെൻസ്, ഏത് സ്പെസിമെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡ്സ് ചൂസ് ചെയ്യാം. ഓക്കെ, കാരണം എല്ലാത്തിനും ഒരേപോലെ അല്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാവുക. സോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മെത്തേഡ്സ് ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് ഇനി? യെസ്, ഡ്രൈ ചെയ്യുക എന്നുള്ളൊരു പേർപ്പസ് ആണ് നമ്മൾ ചെയ്യാനുള്ളത്. സോ അതിനകത്ത് ചെയ്യേണ്ടത് നോക്കൂ, എയർ ഡ്രൈയിങ് ഒരു രീതിയാണ്. എയർ ഡ്രൈയിങ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് അതായത് എയർ വെച്ച് ഡ്രൈ ചെയ്യുക. നെക്സ്റ്റ് ഓവൻ, അല്ലേ? ഓവൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ടെമ്പറേച്ചർ എത്രയാണ് പറഞ്ഞേ? യെസ്, 100°C താഴെ, ബിലോ 100°C നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അതുപോലെ സംടൈംസ് ദ ഗ്ലാസ് വെയർ ഇസ് റിൻസ്ഡ് വിത്ത് എ വാട്ടർ മിസിബിൾ ഓർഗാനിക് സോൾവെന്റ് ആൻഡ് ദെൻ എക്സ്പോസ് ടു എ സ്ട്രീം ഓഫ് എയർ ഓർ നൈട്രജൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ചില സമയങ്ങളിൽ ഓർഗാനിക് സോൾവെന്റ്, വാട്ടർ മിസിബിൾ, അതായത് വാട്ടറിൽ മിസിബിൾ അല്ലാത്ത ഓർഗാനിക് സോൾവെന്റ് ആണ്, അതായത് അതിൽ വേപ്പറൈസ് ചെയ്ത് പോകും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ളവരെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. റിൻസ് 2-3 ടൈംസ് വിത്ത് ആസെറ്റോൺ. കണ്ടു, ആസെറ്റോൺ എന്ന് പറയുന്ന ആള് വേപ്പർ ആയിട്ട് പോവുകയാണ് ചെയ്യുക. അപ്പൊ അവിടെ വാട്ടർ എന്ത് ചെയ്യില്ല, നിൽക്കുന്നില്ല. സോ അത് വാട്ടർ റിമൂവ് ചെയ്ത് തനിയെ ഇവാപറേറ്റ് ചെയ്ത് പോകും. സോ നമുക്ക് ആസെറ്റോണിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും, റിൻസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ആസെറ്റോൺ മേ ബി യൂസ്ഡ് ഫോർ എ ഫൈനൽ റിൻസ് ഓഫ് സെൻസിറ്റീവ് ഓർ അർജന്റ്ലി നീഡ് ഗ്ലാസ് വെയർ. അതായത് നമ്മളിപ്പോ ഗ്ലാസ് വെയർ നമുക്ക് അവിടെ ഷോർട്ട് ആണ് വിചാരിക്കൂ, അപ്പൊ നമ്മൾ ഓൾറെഡി അത് ഉപയോഗിച്ചു. സോ അതിനകത്ത് വെള്ളമായി. അപ്പൊ നമുക്കത് പക്ഷെ ഇപ്പൊ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് വേണം, പക്ഷെ ഡ്രൈ കണ്ടീഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള അർജന്റ് കണ്ടീഷനിൽ നമ്മൾ ആസെറ്റോൺ വെച്ച് റിൻസ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ദാറ്റ് അവിടെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും നമുക്ക് കേട്ടോ. ഈ ഒരു സോൾവെന്റ് വാട്ടറിൽ മിസിബിൾ ആണ്. അതുപോലെ തന്നെ ഹെൽപ്സ് ഡൈല്യൂട്ട് ആൻഡ് വാഷ് അവേ ദ റിമൈനിങ് വാട്ടർ ഫ്രം ദ ഗ്ലാസ് വെയർ. അതിനകത്തുള്ള വാട്ടറിന്റെ അംശം ഉണ്ടെങ്കിൽ അതിനെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഈ പറയുന്ന സോൾവെന്റ് ഹെൽപ്പ് ചെയ്യും. ആസെറ്റോൺ ആണ് കേട്ടോ, അത് ആസെറ്റോൺ. സ്റ്റോർ ദ ഗ്ലാസ് വെയർ ആൻഡ് പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ദ ഡസ്റ്റ്. സോ അതിന് ഡ്രൈ ചെയ്തതിനു ശേഷം സ്റ്റോർ ചെയ്യുക, ഡസ്റ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക. നെക്സ്റ്റ്, ദ ബെസ്റ്റ് ടെസ്റ്റ് ടു സീ ദ ക്ലെൻലിനെസ് ഓഫ് ദ ഗ്ലാസ് വെയർ. നമ്മൾ ഇത്രയെല്ലാം ചെയ്ത് ക്ലീൻ ചെയ്തു എന്ന് നമ്മൾ പറയുന്നു അല്ലെ. ഇനി അത് ക്ലീൻ ആയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. അതെങ്ങനെയാന്നുള്ളതാണ് പറയുന്നത്. ഒബ്സർവ് ദ ഗ്ലാസ് സർഫസ് ആസ് ദ ഫൈനൽ റിൻസ് വാട്ടർ ഡ്രെയിൻസ് ഓഫ്. കേട്ടോ, ആ ഗ്ലാസിന്റെ സർഫസ് നല്ല രീതിയിൽ നോക്കുക. അതായത് വാട്ടറിന്റെ ഒരു അംശവും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഗ്ലാസ് വെയറിനെ വൃത്തിയായി നോക്കുക. ദ വാട്ടർ ഷുഡ് മൂവ് വിത്ത് എ ഷീറ്റിംഗ് ആക്ഷൻ ലീവിങ് എ തിൻ ഫിലിം ഓവർ ദ സർഫസ്. നല്ല രീതിയിൽ വാട്ടർ റിമൂവ് ആയിട്ടുണ്ടാവും, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയും. ചില ഗ്ലാസ് വെയർസിനകത്ത് വാട്ടറിന്റെ ഷേപ്പിൽ ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് പോലെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അതൊന്നും പാടില്ല. ഓക്കെ, ദ പീസ് ഇസ് നോട്ട് ക്ലീൻ ഇഫ് ദ ഫിലിം ബ്രേക്സ് ഇൻ ടു ഡ്രോപ്ലെറ്റ്സ് ഓർ ദ സർഫസസ് അൺഇവൻലി വെറ്റ്. അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അല്ലെ. അതായത് കറക്റ്റ് ആയിട്ട് വെറ്റ് അല്ലാത്ത കണ്ടീഷനിൽ ചില കേസുകളിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. സോ അതെന്തല്ല, കറക്റ്റ് ആയിട്ട് ക്ലീൻ ഡ്രൈഡ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദിസ് പ്രോസസ് ക്യാൻ ബി മെയ്ഡ് ഈസി ഇഫ് എംപ്റ്റി ഓൾ ഗ്ലാസ് വെയർ ആഫ്റ്റർ ദ ടെസ്റ്റ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ ക്ലീനിങ് പ്രോസസ് നടത്താൻ പറ്റുക എന്നുള്ളത്, ഒരു ടെസ്റ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഗ്ലാസ് വെയർ എംപ്റ്റി ചെയ്യുക, വാട്ടർ വെച്ച് റിൻസ് ചെയ്യുക, സൊല്യൂഷൻ അല്ലെങ്കിൽ ഡിറ്റർജൻസ് ചെയ്യുക. അതുപോലെ തന്നെ യൂസ് ഡിസ്പോസിബിൾ ഫോർ സെൻസിറ്റീവ് ടെസ്റ്റ്. അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബുകൾ ഉപയോഗിക്കാന്നാണ് പറയുന്നത്. അതായത് റീയൂസ് ചെയ്യാത്ത ടെസ്റ്റ് ട്യൂബുകൾ ഉപയോഗിക്കാന്നാണ് പറയുന്നത്
കേട്ടോ. നമ്മൾ പറഞ്ഞ ഒരേ കാര്യം തന്നെ, വാട്ടർ വെച്ച് റിൻസ് ചെയ്യുക, അതിനുശേഷം ഡിറ്റർജൻസ് അല്ലെങ്കിൽ കെമിക്കൽസ് യൂസ് ചെയ്യുക, അത് കഴിഞ്ഞാൽ ടാപ്പ് വാട്ടർ, അത് കഴിഞ്ഞാൽ ഡിസ്റ്റിൽഡ് വാട്ടർ, ദെൻ ഡ്രൈ. ഇതാണ് അതിന്റെ ഒരു മെയിൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് സ്ലൈഡ് ആണത്. ഇതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ക്ലീനിങ് പ്രോസസ് പറഞ്ഞ സ്ഥിതിക്ക് ഇതുകൂടെ അറിയണം. ഹസാർഡ്സ് ആൻഡ് സേഫ്റ്റി ഓഫ് ദ ഗ്ലാസ് വെയർ. ഗ്ലാസ് വെയറിന്റെ വഴി ഉണ്ടാവുന്ന ഹാസാർഡ്സും അതുപോലെ തന്നെ അതിന്റെ സേഫ്റ്റിയും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഒന്നാമത്തേന്ന് പറയുന്നത്, ദ മെയിൻ ഹസാർഡ് ഈസ് ആൻ ഇഞ്ചുറി വൈൽ ഹാൻഡ്ലിംഗ് ദിസ് ഡാമേജ് ഗ്ലാസ് വെയർ, അല്ലെ? അതായത് പൊട്ടുകയോ അല്ലാത്ത ഡാമേജ് സംഭവിക്കുകയോ ചെയ്ത ഗ്ലാസ് വെയർ ഉപയോഗിക്കുന്ന സമയത്താണ് നമുക്ക് മെയിൻ ആയിട്ട് ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് വരിക. അപ്പൊ അത് ശ്രദ്ധിക്കുക. അവോയ്ഡ് ഡിസ്പോസിബിൾ ഗ്ലാസ് വെയർ ബിക്കോസ് ഇറ്റ് ഈസ് തിൻ വാൾഡ് ആൻഡ് ഈസിലി ബ്രേക്കബിൾ. അതായത് ഡിസ്പോസിബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെൻസിറ്റീവ് കേസിൽ മാത്രം ഡിസ്പോസിബിൾ ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത സിറ്റുവേഷൻസിൽ അത് ഉപയോഗിക്കരുത്. ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്പോസിബിൾ ആണല്ലോ, അതുകൊണ്ട് തന്നെ അതിന്റെ വാൾസ് എന്ന് പറയുന്നത് വളരെ തിൻ ആയിരിക്കും, അത് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ദീസ് ആർ നോട്ട് ഫോർ ക്ലീനിങ് ആൻഡ് റീയൂസ്. അത് നമുക്ക് ക്ലീൻ ചെയ്യാനോ റീയൂസ് ചെയ്യാനായിട്ടോ സാധിക്കില്ല. ബൈ കവർ ഗ്ലാസ് നമ്പർ 2 ബിക്കോസ് ദീസ് ആർ തിക്കർ ആൻഡ് ഈസിലി നോട്ട് ഡാമേജ്. കവർ ഗ്ലാസ് എടുക്കുന്ന സമയത്ത് നമ്പർ 2 നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അത് പെട്ടെന്ന് പൊട്ടി പോവില്ല, അത് അത്യാവശ്യം തിക്ക് ഉള്ളതാണ് കേട്ടോ. ചെക്ക് ബിഫോർ യൂസ് ഫോർ എനി ക്രാക്സ് ഓർ ബ്രോക്കൺ ആൻഡ് ചിപ്ഡ് എൻഡ്സ്. ദീസ് മേ കോസ് ഇഞ്ചുറി വൈൽ ഹാൻഡ്ലിംഗ്. ഇറ്റ് ഇസ് ബെറ്റർ ടു ഡിസ്കാർഡ് ഓൾ ദിസ് ഗ്ലാസ് വെയർ. അതായത് ഉപയോഗിക്കുന്നത് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് സ്ക്രാച്ചോ അല്ലാച്ച ക്രാക്കോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ പറഞ്ഞ ക്രാക്ക് ഉണ്ടെങ്കിൽ അത് മിക്കവാറും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കണം എന്ത് നല്ലത്. ബിക്കോസ് നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യരുത്, ബ്രേക്ക് ചെയ്യരുത്. അതുകൊണ്ട് കേട്ടോ. നെവർ സെൻട്രിഫ്യൂജ് ഡാമേജ് ഗ്ലാസ് വെയർ. സെൻട്രിഫ്യൂജ് അറിയാലോ, സെൻട്രിഫ്യൂജ് ചെയ്യുന്നത്. ഒരിക്കലും ക്രാക്ക് വീണതോ അല്ലാച്ച ഡാമേജ് ആയിട്ടുള്ള സെൻട്രിഫ്യൂജൻ ട്യൂബ് ഉപയോഗിച്ച് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യരുത്. ഓക്കെ, അതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂജിങ് മെഷീൻ തന്നെ കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഹാൻഡ്ലിംഗ് ഗ്ലാസ് വെയർ വിയർ പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ്. ഓക്കെ, ഗ്ലാസ് വെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുക. ഡിസ്കാർഡ് ദ ബ്രോക്കൺ ഗ്ലാസ് വെയർ ഇൻ എ സ്പെഷ്യൽ ബാഗ് മാർക്ക്ഡ് വിത്ത് ഷാർപ്പ്. അതായത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന ഡാമേജ് ആയിട്ടുള്ള ഐറ്റംസ് ഡിസ്കാർഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, കാരണം കറക്റ്റ് മാർക്ക് ചെയ്ത് വെക്കണം. അല്ലാതെ കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ചേർന്ന് പിന്നീട് ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. നെക്സ്റ്റ്, വെൻ ദർ ഇസ് ബ്രോക്കൺ ഗ്ലാസ് ഓൺ ദ ഫ്ലോർ ഇമ്മീഡിയറ്റ്ലി ക്ലീൻ ദ ഫ്ലോർ. അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെ, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ബ്രോക്കൺ ഗ്ലാസ് പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യുക. അതിനുശേഷം മാത്രം ബാക്കി കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. സോ ഇതാണ് ഹസാർഡ്സ് ആൻഡ് സേഫ്റ്റി ഓഫ് ദ ഗ്ലാസ് വെയർസ് വരുന്നത്. സോ നമ്മൾ ഡിഫറെന്റ് ഗ്ലാസ് വെയർസ് പറഞ്ഞു. അതിന്റെ എല്ലാം ഓരോന്നിന്റെയും ക്ലീനിങ് പ്രോസസ് ഡിഫറെന്റ് ആണ്, അതിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഡിഫറെന്റ് ആണ്. അതങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. സോ അത് നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാം ഏകദേശം ഒരേപോലെയാണ്. അതിനകത്ത് ചില കേസുകളിൽ മാത്രമാണ് കെമിക്കൽസിന്റെ യൂസേജ് വ്യത്യാസം വരുന്നുള്ളൂ. സോ അത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ക്രോമിക് ആസിഡിന്റെ കേസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്രോമിക് ആസിഡിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ചെയ്യാൻ ഓട്ടോക്ലേവ്, സ്റ്റെറിലൈസർ, അതിന്റെ ടെമ്പറേച്ചർ എല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ബാക്ടീരിയയ്ക്കും ഓരോന്നാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇതൊക്കെയാണ് മാക്സിമം നമുക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ, ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർസിൽ കേട്ടോ. സോ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. സോ താങ്ക് യു.